ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് പ്രിൻസസ് കട്ടിങ് ബ്ലൗസാണ്. പ്രിൻസസ് കട്ടിങ്ങിൽ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടിങ്, ബാക്കിൽ ഹുക്ക് കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. സ്ലീവിനെ നമ്മളിതാ 4 ഇങ്ങനെ ഫോൾഡ് ചെയ്തിടണം. മെയിൻ പീസ് 4 ഇടണം, ലൈനിങ് 4 പീസായിട്ട് 4 ഫോൾഡ് ചെയ്ത് നമ്മൾ വയ്ക്കും. നമ്മുടെ കൈയുടെ നീളം വരുന്നത് 6 ഇഞ്ചാണ്. അപ്പം 6.5 ഇഞ്ച് നമ്മൾ എടുക്കണം. സീം അലവൻസ് കൂടെ ചേർത്തിട്ട് 6.5 ഇഞ്ച് നമ്മൾ എടുക്കണം. അത് നമുക്ക് നേരെ ഇങ്ങനെ വരയ്ക്കാം. വരച്ചിട്ട് നമുക്ക് പ്രിൻസസ് കട്ടിങ് ബ്ലൗസിന് ആം ഹോൾ വന്നിട്ട് 6 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. സോ 6 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 6 ഇഞ്ചിന് താഴോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അത് നമുക്ക് ഇതുവരേക്കും സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ്. എടുത്തിട്ട് ഇതിനെ വളച്ചിങ്ങനെ വരയ്ക്കണം. നമ്മുടെ കൈ റൗണ്ട് വന്നിട്ട് 6 ഇഞ്ചാണ് നമ്മുടെ കൈ റൗണ്ട്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇതാ നമുക്കിതിൽ 1/2 ഇഞ്ച് വിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ട് ബാലൻസ് പീസിന് ഇതാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത പാർട്ട്. എന്നിട്ട് നമ്മൾ 2 മടക്കിയിട്ട് അതുപോലെ തന്നെ ലൈനിങ്ങും 2 മടക്കിയിട്ട് കറക്റ്റ് ആവുന്ന കൈ വെച്ചെല്ലാം ഒന്ന് അയൺ ചെയ്ത് നമ്മൾ കറക്റ്റ് ആവണം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ബ്ലൗസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ബ്ലൗസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ് എനിക്ക് ബ്ലൗസിൻ്റെ ലെങ്ത് വരേണ്ടത്. ഞാൻ സീം അലവൻസ് 2 ഇഞ്ചും കൂടെ വിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 14.5 നമുക്ക് കറക്റ്റാണ് വേണം. ഈ 16 ഇതിലാണ് നമ്മൾ കട്ട് ചെയ്യണം. 14.5 ഇതിൽ നമ്മൾ നെക്ക് വിട്ട് വന്നിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 33 ചെസ്റ്റാണ് ഇവർക്ക് ഈ ബ്ലൗസ്. ഇത് ഒരു 34 അളവ്. ഇവരുടെ കറക്റ്റ് ചെസ്റ്റ് വരുന്നത് 33 ആണ്. സോ നമുക്ക് നെക്ക് വിട്ട് വന്ന് 2.5 ഇഞ്ച് മതി. ഷോൾഡർ വന്നിട്ടൊരു 2.25 ഇഞ്ച് മതി. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് വന്നിട്ട് 8 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്, ആ ലെങ്ത് നിങ്ങൾ കറക്റ്റ് ഇതിലൊരു സ്ക്വയർ ആയിട്ട് വരച്ചെടുക്കണം. ഫസ്റ്റ് എനിക്ക് 8 ഇഞ്ചാണ്. എനിക്ക് 8 ഇഞ്ച് ആയതുകൊണ്ട് ഞാൻ അതിന് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്ക്വയറാണ് വരച്ചു. ഈ സ്ക്വയറിൻ്റെ അകത്ത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. ഹാർട്ട് ഷേപ്പോ ഇപ്പം എന്നാ ഷേപ്പ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. എനിക്ക് വേണ്ടത് യു ആണ്. ഞാൻ അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് ഒരിക്കലും ഇവിടുന്ന് വിരിച്ചു വിടരുത്. ഇതിൽ നിന്ന് നമ്മൾ ഒതുക്കി താഴേക്ക് കൊണ്ടുവരണം. ഇവിടെയേ നമ്മൾ വിരിച്ചു വിടാവുള്ളൂ. ഇങ്ങനെ നമ്മൾ വിരിക്കാവുള്ളൂ. മുകളിൽ നമ്മൾ വിരിച്ചെടുക്കരുത്, നമുക്ക് ഷോൾഡർ വിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇവിടുന്ന് ഒതുക്കി ഇങ്ങനെ ഇവിടെയേ നമ്മൾ വിരിച്ചെടുക്കാവുള്ളൂ. ഇതാ ഇങ്ങനെ ഒരു യു പോലെ ഇങ്ങനെ വരച്ചെടുക്കണം. നമ്മുടെ ഷോൾഡർ 2.4 നമുക്ക് പ്രിൻസസ് കട്ടിങ് ബ്ലൗസിന് 6 ഇഞ്ച് കൊടുത്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിരിക്കും. ആം ഹോൾ 6 ഇഞ്ച് 6 ഇഞ്ച്. ഇതിൽ നിന്ന് നമ്മൾ മുക്കിലിരുന്ന് ബ്ലൗസിൽ നമ്മൾ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. പ്രിൻസസ് കട്ടിങ് ബ്ലൗസിന് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് 33 ആണ്. 33യുടെ കൂടെ 2 ഇഞ്ചും കൂടെ നമ്മൾ സീം അലവൻസ് ചേർത്ത് 35. അപ്പോൾ 35 നമ്മളിവിടെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് 35 ആണ്. നമ്മൾ 2 ഇഞ്ച് ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ് അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ 2 ഇഞ്ച് കൂട്ടിയേ മാർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഇതിലേക്ക് നമുക്ക് ഈ 2 ഇഞ്ച് നമ്മളെടുത്തില്ലേ, ഇതിനെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ അരച്ചു കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ടോട്ടൽ റൗണ്ട് വേസ്റ്റ് റൗണ്ട് 28 ആണ്. സോ 7 ഇഞ്ചാണ് വരും നമുക്ക്. ഇത് രണ്ടും കൂടെ ഇങ്ങേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സീം അലവൻസ് 2.5 ഇഞ്ചോ 3 ഇഞ്ചോ അത് നമ്മുടെ ഉദ്ദേശം പോലെ നമ്മൾ ബാലൻസ് വിട്ടിരിക്കണം. ലാസ്റ്റിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി.
ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇടത്തുനിന്ന് 1/2 ഇഞ്ച് വിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ടത് പ്രിൻസസ് കട്ടിങ് പാർട്ടാണ്, ഫ്രണ്ട് പാർട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ വന്നിട്ട് പ്രിൻസസ് കട്ടിങ് ആണ് നമുക്ക് കട്ട് ചെയ്യണം. ഇത് ചിലർ വന്നിട്ട് ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ പേപ്പറിലെ ക്യാൻവാസിലോ കട്ട് ചെയ്തിട്ട് തുണിയിൽ വെച്ച് വെട്ടുന്നവരുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. തുണിയിൽ നമുക്ക് സീം അലവൻസ് വിട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബാക്കിൽ മാർക്ക് ചെയ്ത സെയിം മെഷർമെൻ്റാണ് നമ്മൾ ഫ്രണ്ടിലും നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് വിട്ട് 2.5, ഷോൾഡർ 2.25, നെക്കിൻ്റെ ലെങ്ത് ഫ്രണ്ട് ലെങ്ത് വന്ന് നമുക്ക് 6 ഇഞ്ച് മതി. അതിനെ നമുക്കൊരു സ്ക്വയറായിട്ട് വരച്ചെടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, റൗണ്ട് എങ്കിൽ റൗണ്ട്, യു എങ്കിൽ യു, നമുക്ക് എന്നാ ഷേപ്പ് വേണം അത് വരച്ചെടുക്കാം. ഇനി ഇതൊരു ഡയമണ്ട് ഷേപ്പാണ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ അത് അവിടെ വിരിക്കരുത്, ഇവിടെ കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഡയമണ്ട് ഷേപ്പ് വരയ്ക്കാം. ഇനി ബാക്കിൽ നമ്മൾ 6 ഇഞ്ചാണ് ഇട്ടത്. ഫ്രണ്ടിൽ നമുക്കിവിടെ കപ്പ് പോലെ വരുന്നത് കൊണ്ട് നമുക്കിവിടെ ഒരു 6.25 ഇഞ്ച് കൊടുക്കണം. ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടിയാണ് നമ്മൾ ഫ്രണ്ടിൽ എപ്പോഴും എടുക്കേണ്ടത്. ഈ കുഴി വന്നിട്ട് 1.5 ഇഞ്ച് വരും. അടുത്ത് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് പറയുന്നത് 35 ആണ്. അത് നമ്മളോട് 35 ഡിവൈഡഡ് ബൈ 4 ആണ്. അതിൽ ഒരു മെഷർമെൻറ്റ് നമ്മൾ അതിനെ മാർക്ക് ചെയ്തു. ഇതിനെ നമ്മളിങ്ങനെ ബാക്കിൽ വരച്ച പോലെ വരയ്ക്കരുത്. ഫ്രണ്ടിൽ നമ്മളെപ്പോഴും കുഴിച്ചാണ് എടുത്ത് വരയണം. കുഴിച്ച് വരച്ച്. ബ്ലൗസിൻ്റെ ലെങ്താണ് 14.5 മതി നമുക്ക്. ബാലൻസ് ഇവിടെ നിൽക്കണം നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ സെൻറ്റർ പാർട്ടിൽ നിന്ന് നമ്മുടെ ഈ ഡോട്ട് ലെങ്ത് ഉണ്ട്. ഡോട്ട് ലെങ്ത് ഫസ്റ്റ് മാർക്ക് ചെയ്യണം. ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് 9.5 നിങ്ങൾ ഓരോരുത്തരുടെ അളവ് നിങ്ങൾക്ക് അനുസരിച്ച് 10, 11, 9, 8.5 അളവിൽ നമുക്ക് മാർക്ക് ചെയ്യാം. എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് 9.5 ഡോട്ട് ഹൈറ്റ്. അത് നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് കറക്റ്റായി മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ലെങ്ത് വന്നിട്ട് നമുക്കൊരു 4 ഇഞ്ചാണ് വേണം. നമ്മളിത് പേപ്പറിൽ കട്ട് ചെയ്യാതെ ഡയറക്റ്റ് തുണിയിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിനോട് എപ്പോഴും 1/2 ഇഞ്ചും കൂടെ ചേർത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ പോയിന്റ്. നമ്മൾ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ഇഞ്ച് മതി. നമ്മൾ ഡയറക്റ്റ് തുണിയിൽ കട്ട് ചെയ്യുന്ന 1/2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഹൈറ്റും ഇതും വരുന്ന സെൻറ്റർ പോയിൻ്റാണത്. ഇതിന് നമുക്ക് നേരെ താഴേക്ക് വരയ്ക്കാം. ഈ ഒരു വളവിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഇതിനെ വളച്ച് ഇങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് പ്രിൻസസ് കട്ടിങ്. ഇനി നമുക്കിതിന് കപ്പ് വരയ്ക്കണം. ഇതിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിൽ നിന്ന് റൈറ്റിലോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ്. ഇത് ആർക്ക് കട്ട് ചെയ്താലും എത്ര ചെസ്റ്റുള്ള അളവിൽ നിങ്ങൾ കട്ട് ചെയ്താലും ഈ ഒരു അളവ് നിങ്ങൾക്ക് മതി. ലെഫ്റ്റിലോട്ട് 1 ഇഞ്ച്, റൈറ്റിലോട്ട് 2 ഇഞ്ച്. ഇതിന് നമുക്ക് ഒരു ജോയിൻ്റ് അടിച്ച്. ഇതാണ് നമ്മുടെ കപ്പ്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട പാർട്ട് ഇതിൽ നിന്നിങ്ങനെ 1/2 ഇഞ്ച് ഇങ്ങനെ വിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണം. ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട അളവ്. കട്ട് ചെയ്ത്
നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ അളവിൽ നമുക്ക് വരും. ഇത് നമ്മൾ 1/2 ഇഞ്ച് വിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് സീം അലവൻസ് നിങ്ങൾ എപ്പോഴും ഇവിടെ പ്രിൻസസ് കട്ടിങ്ങിന് എപ്പോഴും കൂട്ടി കട്ട് ചെയ്യാവുള്ളൂ തുണി. ഇല്ലെങ്കിൽ കപ്പ് നമുക്കിവിടെ കപ്പ് വരുമ്പോൾ ഇവിടെ തുണി കുറഞ്ഞു പോകും. എപ്പോഴും ഇവിടെ എക്സ്ട്രാ എത്ര തുണിയുണ്ടോ നമുക്ക് അത്രയും വിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. കട്ട് ചെയ്യാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോഴേ നമുക്കിവിടെ കറക്റ്റ് കപ്പ് വരും. ഇത്ര ഇടാം. നമ്മളിത് ജോയിൻ്റ് അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡോട്ട് വരും.